ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. വിവിധ കാരണങ്ങളാൽ കരളിനുണ്ടാകുന്ന വീക്കവും അതുമൂലമുണ്ടാകുന്ന രോഗാവസ്ഥയുമാണ് ഹെപ്പറ്റൈറ്റിസ്. WHO റിപ്പോർട്ട് പ്രകാരം ലോകത്താകമാനം ഏകദേശം 354 ദശലക്ഷം ആളുകൾ ഹെപ്പറ്റൈറ്റിസ് ബാധിതരാണെന്നാണ് കണക്ക്. കരൾ എന്നർത്ഥം വരുന്ന ഹെപ്പാർ ഗ്രീക്ക് പദവും വീക്കം എന്നർത്ഥം വരുന്ന ഐഡിസ് എന്ന വാക്കും ചേർന്നാണ് കരൾ വീക്കം അഥവാ ഹെപ്പറ്റൈറ്റിസ് എന്ന പദം രൂപം കൊണ്ടത്. ഈ അവസ്ഥ സ്വയം ഭേദമാവുകയോ മഞ്ഞപ്പിത്തത്തോടു കൂടിയ സിറോസിസ്, ഫൈബ്രോസിസ് എന്ന കരളിന്റെ മാരകാവസ്ഥയിലേക്ക് നയിക്കാം. രക്തത്തിലെ ബിൽറൂബിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ് ഹെപ്പറ്റൈറ്റിസിന് കാരണമാകുന്നത്. കരൾ വീക്കം, അമിത മദ്യപാനം, പിത്തക്കുഴലിലെ കല്ല്, കരളിലെയും പാൻക്രിയാസിനെയും അർബുദം എന്നിവയും മഞ്ഞപ്പിത്തത്തിന് കാരണമാകാറുണ്ട്. എന്നാൽ സാധാരണ കാണുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ യഥാസമയം ചികിത്സ തേടുന്നത് രോഗം മൂർച്ഛിക്കാതെ ഭേദമാകും. ഒരു വർഷം ലോകത്താകമാനം 9 ലക്ഷത്തോളം പേർ ഈ രോഗം കാരണം മരിക്കുന്നുവെന്നാണ് കണക്ക്. പ്രധാനമായും 5 വൈറസുകളാണ് ഹെപ്പറ്റൈറ്റിസിന് കാരണമാകുന്നത്. A, B, C, D, E എന്ന പേരിലാണ് ഈ വൈറസുകളെ തരംതിരിച്ചിരിക്കുന്നത്. ഈ വൈറസുകൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് അതിവേഗം പകരും. ഹെപ്പറ്റൈറ്റിസ് A, E വൈറസുകൾ മലിനമായ ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നുമാണ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് B, C, D വൈറസുകൾ രക്തത്തിലൂടെയും ശരീരസ്രവങ്ങളിലൂടെയുമാണ് പകരുന്നത്. സുരക്ഷിതമല്ലാത്ത രീതിയിലുള്ള ടാറ്റുകുത്തൽ, സൂചി കൊണ്ടുള്ള മുറിവുകൾ, അണുബാധയുള്ള രക്തം സ്വീകരിക്കൽ എന്നിവയിലൂടെയും ഹെപ്പറ്റൈറ്റിസ് പകരും. ഹെപ്പറ്റൈറ്റിസ് C വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ വർഷങ്ങളോളം ലക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല. കരൾ ഗുരുതരാവസ്ഥയിലാകുമ്പോഴായിരിക്കും ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് തിരിച്ചറിയുന്നത്. രോഗത്തിന്റെ പ്രകടമായ ലക്ഷണങ്ങൾ ചർമ്മവും കണ്ണും മൂത്രവുമെല്ലാം മഞ്ഞ നിറത്തിലാകുന്നതാണ്. ഗുരുതരാവസ്ഥയിൽ നഖത്തിന്റെ അടിയിലും നിറം കാണാം. വിട്ടുമാറാത്ത പനിയും ഛർദിയും രോഗം മൂർച്ഛിച്ചതിന്റെ ലക്ഷണമാണ്. ഗർഭിണികൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചാൽ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട്. ഹെപ്പറ്റൈറ്റിസ് A, B എന്നിവയ്ക്ക് വാക്സിൻ നിലവിലുണ്ട്. 95% ആളുകളും ഈ കുത്തിവെപ്പിലൂടെ ഹെപ്പറ്റൈറ്റിസ് Bക്കെതിരെ പ്രതിരോധശേഷി നേടുന്നു. ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾ ചെറുക്കാൻ തീവ്രയജ്ഞത്തിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും. 2030 ഹെപ്പറ്റൈറ്റിസ് C നിവാരണം ചെയ്യുക എന്ന സുസ്ഥിര വികസന ലക്ഷ്യം മുൻനിർത്തി വലിയ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. രോഗനിർണയത്തിനുള്ള ദ്രുത പരിശോധനാ സൗകര്യം ലബോറട്ടറിയുള്ള എല്ലാ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും ലഭ്യമാണ്. രോഗബാധിതരായ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് രോഗം പകരുന്നത് തടയാൻ നവജാത ശിശുവിന് ഹെപ്പറ്റൈറ്റിസ് B ഇമ്മ്യൂണോഗ്ലോബിൻ ചികിത്സ പ്രസവ സൗകര്യമുള്ള ആശുപത്രിയിൽ ലഭ്യമാണ്. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് Bക്കും Cക്കും ചികിത്സയും മരുന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ സൗജന്യമായി ലഭ്യമാണ്. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാതൃകാ ചികിത്സാ കേന്ദ്രമാണ്. എല്ലാ ജില്ലകളിലും ഇത്തരം തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികൾ ചികിത്സാ കേന്ദ്രങ്ങളാക്കി പ്രവർത്തിക്കുന്നുണ്ട്. കരൾ സുരക്ഷിതമായാൽ ജീവിതം സുരക്ഷിതമെന്ന ബോധ്യം ഊട്ടിയുറപ്പിക്കുന്നതാണ് ഓരോ ഹെപ്പറ്റൈറ്റിസ് ദിനാചരണത്തിന്റെയും പ്രാധാന്യം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.